ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഓപ്പോ ഫോണ് കംപ്ലീറ്റ് ഫാക്ടറി റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും എൻ്റെ ടച്ച് ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അതായത് എൻ്റെ ഫോൺ ഇങ്ങനെ ഹാങ് ആയിട്ട് നിൽക്കുകയാണ്. ഇതിനകത്ത് ഒരുപാട് ലോഡ് കൂടിയതുകൊണ്ട് എനിക്കിതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ഇതിനകത്ത് കംപ്ലീറ്റ് റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടി നമ്മൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണൽ സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ റീസെറ്റ് ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ശേഷം ഈ താഴെ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന റീസെറ്റ് ടു ഫാക്ടറി സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് നിരവധി ഓപ്ഷൻ ഉണ്ട്. നമുക്ക് റീസെറ്റ് ചെയ്യേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്, സെറ്റിങ്സ് മാത്രമാണോ, അങ്ങനെ ഒരുപാടുണ്ട്. ഞാനിവിടെ എറേസ് ഓൾ എന്നുള്ള ഇതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. എറേസ് ഓൾ ഡാറ്റ കൊടുക്കുക. പിന്നെ അതിനുശേഷം നമുക്ക് നമ്മുടെ സ്ക്രീൻ ലോക്ക് ഒന്ന് കൊടുക്കുക. സ്ക്രീൻ ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുശേഷം എറേസ് ഡാറ്റ എന്ന് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലോടുകൂടി നമ്മുടെ ഫോണിലെ ആപ്ലിക്കേഷൻസ്, ഡാറ്റാസ് എല്ലാം കംപ്ലീറ്റ് എറേസ് ആവും. നമ്മളൊരു പുതിയ ഫോൺ മേടിക്കുമ്പോൾ ഉള്ള ആ ഒരു രീതിയിലായിരിക്കും നമുക്ക് ഫോൺ കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഡാറ്റ എന്തെങ്കിലും മാറ്റാനുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഫസ്റ്റ് മാറ്റിയിട്ട് ശേഷം മാത്രം ഇങ്ങനെ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഫോണിൽ ചാർജ് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. ഇല്ലാന്നുണ്ടെങ്കിൽ ചാർജ് ചെയ്തുകൊണ്ടും ഇത് ചെയ്യാവുന്നതാണ്. ഇത് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് തന്നെ ഓട്ടോമാറ്റിക് ഇങ്ങനെ റീസെറ്റ് ആയിട്ട് വരും. നമ്മൾ കുറച്ച് സമയം എടുക്കും. അത് നമ്മൾ നോക്കി നിന്നാൽ മാത്രം മതി. വേറെ സെറ്റിങ്സുകളൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇതേപോലെ ആദ്യം ഒന്ന് ഡാറ്റ മൊത്തം ഒന്ന് വൈപ്പായി പോവും. അതിനുശേഷം റീബൂട്ട് ആവും. ശേഷം ഇതേപോലെയുള്ള ഫസ്റ്റ് നമ്മൾ ഫോൺ മേടിക്കുന്ന പോലെ വരും. അതിനുശേഷം നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു. ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്ന് എഗ്രി ചെയ്യാം. അതിനുശേഷം നമ്മൾ മൊബൈൽ ഡാറ്റ ചോദിക്കുന്നുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ ഓൺ ചെയ്തിടാം. പിന്നെ വൈഫൈ ചോദിക്കുന്നുണ്ട്. ഇവിടെ വൈഫൈ ഒന്നും ഇല്ലാത്ത സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഇതും കണ്ടിന്യൂ കൊടുക്കാം. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും വേറെ ഏതെങ്കിലും ഫോണിൽ നിന്ന് കോപ്പി ചെയ്യണമെന്നുണ്ട് ചോദിക്കുന്നുണ്ട്. ഞാൻ ഡോണ്ട് കോപ്പി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് കൊടുത്തിട്ട് വേറെ ഫോണിൽ നിന്ന് കംപ്ലീറ്റ് ഡാറ്റ ഇതിലോട്ട് എടുക്കുകയെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. എനിക്ക് കോപ്പിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. അതിനുശേഷം ജിമെയിൽ ID ചോദിക്കുന്നുണ്ട്. അവിടെ ഞാൻ സ്കിപ്പ് ചെയ്യാണ്. നിങ്ങളുടെ ജിമെയിൽ ID വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോൺ ഓപ്പൺ ആകുമ്പോൾ ജിമെയിൽ ID കൊടുക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ശേഷം ഫോണെല്ലാം റെഡി ആയതിനു ശേഷം മാത്രമാണ് ഞാൻ ജിമെയിൽ കൊടുക്കുന്നത്. ശേഷം മോർ ആക്സെപ്റ്റ് കൊടുക്കാം. ഞാൻ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമ്മളോട് ഒരു പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. നമുക്കൊരു സ്ക്രീൻ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറ്റി പറയുന്നുണ്ട്. സ്ക്രീൻ പാസ്വേഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പാറ്റേണോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ ഒരു 6 ഡിജിറ്റ് ഒരു പാസ്വേഡാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ ഫേഷ്യൽ സ്ക്രീൻ ലോക്ക് ചോദിക്കുന്നുണ്ട്. ഞാനത് ജസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നുണ്ട്, ക്യാൻസൽ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ക്യാൻസൽ ചെയ്യാണ്. കണ്ടിന്യൂ കൊടുക്കാം. ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഏതെങ്കിലും ഡാറ്റ ചോദിക്കുന്നുണ്ട്. ഞാനിത് സെറ്റ് ആസ് എ ന്യൂ ഓപ്പോ ഫോൺ എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. ഇവിടെ ബൈ ഡിഫോൾട്ട് കുറേ ആപ്സ് കയറി വരുന്നുണ്ട്. ഞാനതെല്ലാം ഒന്ന് ഡിസേബിൾ ചെയ്ത് അൺടിക്ക് ചെയ്ത് കളയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ആപ്പ് വേണമെന്നുണ്ടെങ്കിൽ അത് ടിക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. ഞാനതെല്ലാം റിമൂവ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കൊടുക്കാം. യെസ്, ഇപ്പോൾ ഇതാ നമ്മുടെ ഫോണ് ഓണായി വന്നിട്ടുണ്ട്. എല്ലാ ഡാറ്റയും കംപ്ലീറ്റ് ഇതിൽ നിന്ന് റിമൂവ് ആയി പുതിയൊരു ഫോൺ മേടിക്കുന്ന ഒരു ഇതിലോട്ട് മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പം ടച്ച് എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ ആ ഹാങ്ങിങ് ഇഷ്യൂ എല്ലാം റിമൂവ് ആയിട്ടുണ്ട്.